ഞാൻ ഇന്ന് വെള്ളം ഒഴിച്ചുകൊണ്ട് ഞാൻ തൊട്ട് നോക്കി. എന്നെ ഓടിക്കുകയാണ് നമ്മൾ. എന്നെ മാത്രം അടുപ്പിക്കുന്നില്ല ഇവള്. അവന് കറക്കാൻ അറിയത്തില്ല. ആദ്യം വരുന്ന പാല് വെള്ളം പോലെ ഇരിക്കുവോ? ഇത്ര ശതമാനം വെള്ളമുണ്ട് പശു തന്നെ ഉത്പാദിപ്പിക്കുന്നത്. പാല് എന്നിട്ട് ഒരു പശുവിനും കാണും, എരുമ പോലും കാണുക. എന്താണ്? എരുമക്ക് പോലും കാണുകയല്ല, പാല് മാത്രമായിട്ട് വരും. ആടിനും വരികയില്ല. എല്ലാം അതിൻ്റെതായിട്ടുള്ള 20% വെള്ളം കിട്ടും. എന്നിട്ട് ഇങ്ങനെ തന്നെ ഉറവെച്ചാൽ വെള്ളം കാണും. അടി ചേട്ടൻ കറന്നിട്ടുള്ള പശുവിൽ ഏറ്റവും കറക്കാൻ പാടുള്ള പശു ഉണ്ടോ? അതിപ്പോൾ പഴയ ആൾക്കാരൊക്കെ ഈ ഇരുമ്പ് പോലെയുള്ള പശുവൊക്കെ ഉണ്ട്. ചെറിയ മുട്ട കരിങ്ങട ടെമ്പർ ഒക്കെ കറന്ന് തെളിച്ചെടുക്കണം. കറന്ന് തെളിച്ചെടുക്കണം. ഇതിൻ്റെ മുള എങ്ങനെയായിരുന്നു? അതൊന്നും ടെമ്പറാണ്. ടെമ്പറല്ല, എന്നാൽ മീഡിയം മഴ. അത്ര പഞ്ഞിയല്ല, അത്ര കല്ലുമല്ല, ഇടപ്പള്ളി. നമ്മൾ പശുവിനെ പുതിയത് എടുക്കുകയാണെങ്കിൽ എങ്ങനത്തെ മുലയുള്ളതിനെ എടുക്കണം? പശുവിനെ നോക്കി എടുക്കുന്നത് അകന്ന കാമ്പ് ഇതിൽ ഞരമ്പും പാൽ ഞരമ്പ് ഇതിൽ കൊന്നുള്ളതായിരിക്കണം. പശുവിനെ നോക്കി എടുക്കേണ്ട ലക്ഷണങ്ങൾ. വാലിനെ നീളം നോക്കണം. വാലിൻ്റെ നോക്കണം. വാലൊക്കെ മുറിച്ച് വരും. ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ വട്ടം മുറിക്കാൻ പറ്റില്ല. ഡോക്ടർ വരും. അത് കഴിഞ്ഞപ്പോൾ വാല പേനുണ്ടാവും. വാല പേനുണ്ടാവും. അപ്പോൾ അത് മുറിച്ച് കളയാൻ പറയും. ഡോക്ടർ വരുമ്പോൾ അത് മുറിച്ച് കളയാം. എന്തെങ്കിലും കാലത്ത് വരണം. നമുക്ക് മുറിച്ച് കളയാൻ പറ്റില്ല. ശകലം ക്രാപ്പ് ചെയ്ത് കളയാം. ഈ പാല് കൂടുതൽ താഴെ വന്നാൽ പശു ചവിട്ടി പിടിക്കും. ചവിട്ടി പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്രാപ്പുണ്ട്, അത് വിട്ടു പോകും. പിന്നെ വാലില്ലാത്തതായിപ്പോവും. ആനന്ദവടിയുടെ പശുവിനെ കണ്ടായിരുന്നു വാലില്ലാത്തത്. ആനന്ദവടിയുടെ പശുവിന് വാലില്ലായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ആനന്ദവടിയുടെ പശുവിന് ജന്മനാ വാലില്ല. അപ്പുറത്തെ പശുവായിരുന്നു. ശിവമ്പിള്ളയുടെ വീട്ടിൽ 8ാം മാസത്തിൽ പറ്റക്കള. അതിന് പാലാകും അറിയാം. വാലില്ല ജന്മന. കൂടുതൽ പാലുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ അടിക്കുമ്പം ഇവിടേക്ക് ചുറ്റി കഴിഞ്ഞാൽ ഈ ചുറ്റി നമുക്ക് എടുക്കാനൊക്കെ അത് വരുമ്പോൾ പശു തന്നെ എഴുന്നേക്കുമ്പോൾ ഇവിടെ വെച്ച് വിട്ടുപോകും. തപ്പ കൊണ്ട് വിട്ടുപോകും. അതിൻ്റെ കടി കൊണ്ടാൽ നമ്മൾ പേരിൻ്റെ പോകാൻ അടിക്കണ പോലെ ഈച്ചനടിക്കുമ്പോൾ നമുക്കിട്ട് കൊണ്ട. അടിച്ചിൻ്റെ പുറംപളിക്ക്. അപ്പം എന്നെ 2 കാശിന് 5 അല്ലേ? താടിയുള്ളപ്പനെ പേടിയുണ്ട് നിനക്ക്. ഞാനൊരു പശുവിന് ഒന്നും നോക്കുകയപ്പോൾ നിങ്ങൾ ഉളിയ കൊടുക്കാനായിട്ട് മാത്രമേ നീളാളെ കൊടുക്കണം. ഉള്ളി ഉത്തരാടം കൊടുക്കണം. അതാണ് തീറ്റ് മതി. ഞാൻ ഉള്ളിയ കൊടുത്തോണ്ടാണെന്ന് അറിയുമ്പോഴേക്കാണ് പിന്നെ ഞാൻ കൊടുക്കാൻ. ഈ തേങ്ങാ പിണ്ണാക്കിട്ടിട്ടായിരുന്നു കുടിക്കാത്ത തേങ്ങാ പിണ്ണാക്കില്ലാതെ കൊടുത്തു നോക്കി കുടിച്ച്. അതുപോലെ ആ ചെരുവത്തി കൊടുത്താൽ തീറ്റ തിന്നത്തില്ല. ആ ചെരുവത്തിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ തീറ്റ മറിച്ചിട്ടുണ്ട്. ചോറ് ശരിയാവില്ല. ഞാൻ ചോറുണ്ടില്ല, ഇടിയപ്പവും ചായയും കഴിച്ചു.
അവിടെ നിന്ന് പൈസ തരണ്ട മരിപ്പാട് അമ്മ ആര്? പൂങ്കാവിൽ ഉം. ഇവിടെ നമ്മൾ പൈസ കഴിക്കണം. ഇത് വിളിക്കാൻ വേണ്ടി എടുക്കാം. അതൊന്നും കേൾക്കാം. പാടാണ്. ഇപ്പോഴത്തെ പിള്ളേരാരും കറവ ഫീൽഡിലേക്ക് ആരും വരുന്നില്ലല്ലോ. ഈ നഷ്ടപ്പെടും. ഈ ഒരു പതിനൊക്കെ കൂടിപ്പോൾ 2000 രൂപ കിട്ടും ഒരു മാസം. ഒരു സെക്യൂരിറ്റിക്ക് നിൽക്കണമെങ്കിൽ രൂപ 8000 കിട്ടും. അവൻ രാവിലെ 5 മണിക്ക് വൈകുന്നേരം 5 മണിക്ക് അവന് പിടിക്കുക, 5 മണിക്ക് വീട്ടിൽ പോകും. ഇത് 2 നേരം മെനക്കിടണം ഒരാൾ. ഇത് ആരും പഠിക്കലില്ല. ഇതൊക്കെ മുമ്പ് പലരും ജെയിംസ് ചേട്ടൻ ഇങ്ങനെയുള്ളവരൊക്കെ അമ്മ ഇങ്ങനെ അന്ന് ചെയ്തൊക്കെ ശീലിച്ചത് കൊണ്ട് ഇപ്പോൾ ആരും പുതിയതായിട്ടൊന്നും പഠിക്കുക. നമ്മളിപ്പിനെ എഴുന്നേക്കണം. എപ്പോഴത്തേന്ന് പറഞ്ഞാൽ അവനെ കഴിച്ച് പോയിട്ട് കഴിഞ്ഞാൽ അവനെ വേണ്ടി കിടന്ന് ഉറങ്ങും. ഇപ്പോൾ എത്താം. ഇപ്പോൾ 13 അങ്ങോട്ട് പോകും. സെക്യൂരിറ്റി സ്കൂളിൽ കേൾക്കുന്ന പിള്ളേർ പോയി കഴിഞ്ഞാൽ പിന്നെ പണി തീർന്നു ഇറക്കേണ്ടവൻ അവിടെ ഇരിക്കും. സ്വർണ്ണക്കടയിലൊക്കെ നിൽക്കുന്നവർ ശ്രദ്ധിക്കണം. സാധിയില്ലേ? സൊസൈറ്റി കൊണ്ടുപോയായിരുന്നു. സൊസൈറ്റി കൊണ്ടുപോയായിരുന്നു. സൊസൈറ്റി കൊണ്ടുപോയായിരുന്നു. ആ പാല് ഞാൻ കൊണ്ടുപോകത്തില്ല, അവനാ കൊണ്ടുപോകണത്. എനിക്ക് കുളിപ്പിക്കലും വെള്ളം കൊടുത്തു. ഉച്ച കഴിഞ്ഞു. വൈകുന്നേരം രാവിലത്തെ പണി അച്ഛൻ. കഴിയിട്ട് വൃത്തിയുണ്ടോ കേട്ടോ? ഞാൻ കഴിയിട്ട് അങ്ങനെ ഉണ്ട്. അങ്ങനെ വഴി വിടണം. ചാണം ആദ്യം കുത്തി ഊട്ടഴിയുമ്പോൾ കുത്തി ചാണാണ്ടിരുന്നു. കാണുന്നവർ വായിക്കളയാം. ഇവള് വേറൊരു കുഴപ്പമുണ്ട്. നമ്മൾ ചാണാൻ ഇട്ട് കഴിഞ്ഞിട്ടില്ല, ചാണകത്തിൽ കയറി മെഴുകി അങ്ങ്. അത് ഒരു പശു ഉള്ളതുകൊണ്ടാണ്. ഒരു പശു ഉള്ളതുകൊണ്ടാണ് അവർക്ക് അങ്ങോട്ട്. മറ്റേ ഇവിടെ നടുക്ക് പശു ഉണ്ട്, അവൻ അനങ്ങത്ത്. ആ പശു നല്ല ഇടി കൊടുക്കും. ആ പശു നല്ല ഇടി കൊടുക്കും. അത് അങ്ങോട്ട് പോവുകയില്ല. ഇത് കുഴപ്പമൊന്നും. ഇവിടെ കുളിപ്പിക്കാതെ നിൽക്കുന്ന സമയത്ത് ചേട്ടൻ വരണം. ചാണാൻ ഇട്ടിട്ടുണ്ടെങ്കിലേ ഞാൻ സ്കബ്ബർ കൊണ്ടാണ് തേച്ച് കഴിയുന്നത്. ഇവിടെ തേച്ച് കഴിയുമ്പോൾ ഒറ്റ അടിക്കില്ല. ഈ ചാണാപ്പൊലി ഇങ്ങനെ ഉണങ്ങിയിരിക്കും. ഞങ്ങൾ എന്ത് ചെയ്യും? പറന്ന് വീഴും. ഞാൻ ചാണാൻ ഇവിടെയൊക്കെ പറ്റിയിരിക്കുകയായിരുന്നേ. അപ്പം ഞാൻ എന്താ സ്കബ്ബറില്ലേ, ഒന്ന് കഴുകി. നമ്മൾ കൈ കൊണ്ട് ചിരണ്ടിയാൽ പോകത്തില്ല. നക്കട്ടെ മതി. എൻ്റെ സെൻസിറ്റീവായ ഭാഗത്ത് നോക്കാതെ എനിക്ക് പൊട്ടും. എൻ്റെ അവിടെ എൻ്റെ മുട്ടിന് മേലോട്ട് ഭയങ്കര സോഫ്റ്റാണ്. ആ നമ്മൾ ഈ ഭാഗം അങ്ങനെ പണിയൊന്നും എടുക്കുന്നില്ലല്ലോ. അവിടെ ഭയങ്കര സോഫ്റ്റാണ്.